Today we are going to learn about our new chapter, A Day with Nandu. Nandu is a 3-month-old calf of an elephant, but he is already 200 kilograms. He always moves with his mother. Elephant moves on herds. When they reach any jungle, they spread out to eat and gather near water stream for drinking. നന്ദു എന്ന് പറയുന്നത് 3 മാസം പ്രായമുള്ള ഒരു ആനക്കുട്ടിയാണ്. പക്ഷേ 3 മാസം പ്രായമുള്ളൂ എങ്കിലും അവന് എത്ര വെയിറ്റ് ഉണ്ട്? 200 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. അവൻ എല്ലായ്പ്പോഴും അവൻ്റെ അമ്മയുടെ കൂടെയാണ് നടക്കാറ്. സാധാരണയായിട്ട് ആനകളെല്ലാം കൂട്ടം കൂടിയിട്ടാണ് നടക്കാറ്. അവ ജംഗിളിലെത്തിയാൽ, കാട്ടിലെത്തിയാൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പ്രെഡ് ഔട്ട് ആവും. എന്നിട്ട് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അരുവിയുടെ അടുത്ത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി എല്ലാവരും വീണ്ടും ഒന്നിച്ചു കൂടും. ആൻഡ് അഡൾട്ട് എലഫന്റ് ക്യാൻ ഈറ്റ് മോർ ദാൻ 100 കിലോ ഓഫ് ലീവ്സ് ആൻഡ് twigs in one day. The oldest female is the leader of the herd. Calf elephants play with water stream and mud. The mud keep their skin cool. The big ears also work like as a fan. നിങ്ങൾക്കറിയാമോ, ഒരു അഡൽട്ട് എലഫന്റിന് ഒരു ദിവസം 100 കിലോ ലീവ്സും ട്വിഗ്സും കഴിക്കാൻ കഴിയും. അത്ര അവരുടെ ഭക്ഷണമായിട്ട് അവർക്ക് കഴിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു ആനക്കൂട്ടത്തിലെ ഓൾഡസ്റ്റ് എലഫന്റ് എന്ന് പറയുന്നത് ആ കൂട്ടത്തിലെ ലീഡർ ആയിരിക്കും. കുട്ടികളായ ആനകള് എന്താ ചെയ്യുക? അവർക്ക് ഏറെ ഇഷ്ടം എന്തിനാണ്? വെള്ളത്തിലും ചെളിയിലും കളിക്കുന്നതിനാണ്. ആനകളൊക്കെ സാധാരണയായിട്ട് ചെളികളൊക്കെ ശരീരത്തിലേക്ക് ഇങ്ങനെ എടുത്ത് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കീപ് ദെയർ സ്കിൻ കൂൾ. അവയുടെ സ്കിന്നിനെ കൂളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവയുടെ ചെവികളെല്ലായ്പ്പോഴും അവ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാറുണ്ട്. അതെന്തിനാണ്? അവരുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുന്നതിന്. ഒരു ഫാനായിട്ടാണ് അവ ആ ചെവികളെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് us start our chapter. Today we are going to learn about our new chapter, A Day with Nandu. Nandu wakes up. Nandu woke up and opened his eyes. For a few seconds, he was not sure where he was. It seemed to him that he was surrounded by a forest of big grey tree trunks. He blinked his eyes and looked around. Oh, there was Amma. Nandu woke up and opened his eyes. നന്ദു ഉണർന്നതും അവൻ്റെ കണ്ണുകൾ തുറന്നു. For a few seconds he was not sure where he was. കുറച്ച് സെക്കൻഡുകൾ അവൻ എവിടെയാണെന്ന് അവന് മനസ്സിലായില്ല. It seemed to him that he was surrounded by a forest of big grey tree trunks. അവൻ എന്തുപോലെയാണ് അനുഭവപ്പെട്ടത്? ഒരു ഫോറസ്റ്റിൻ്റെ നടുക്ക് അവൻ അങ്ങനെ നിൽക്കുന്നത് പോലെ. അതായത് ബിഗ് ഗ്രേ ട്രങ്ക്സ്, ബിഗ് ആയിട്ടുള്ള ഗ്രേ ട്രങ്കുകളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് അവന് കുറച്ച് സെക്കൻഡുകൾ അനുഭവപ്പെട്ടത്. ഹി ബ്ലിങ്ക്ഡ് ഹിസ് ഐസ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. അവൻ കണ്ണുകൾ ഇങ്ങനെ ചിമ്മി തുറന്നു, എന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കി. ഓ, ദർ വാസ് അമ്മ. ഓ, ഇത് അമ്മയാണോ? അവൻ ചിന്തിച്ചു. അമ്മയാണോ എന്ന് The grey forest that he had imagined he was in was actually the legs and trunks of his family members. നന്ദു എന്താണ് ഗ്രേ ഫോറസ്റ്റ് എന്ന് ഇമാജിൻ ചെയ്തത്? എന്താണ്? ആക്ച്വലി അവൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാലുകളും തുമ്പിക്കൈകളും എല്ലാം ആയിരുന്നു. അതിൻ്റെ നടുക്ക് ഇങ്ങനെ നിന്ന് പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ നന്ദുവിന് എന്തുപോലെ ഫീൽ ചെയ്തു? ഒരു ഗ്രേ ഫോറസ്റ്റിൻ്റെ നടുക്ക് അവൻ നിൽക്കുന്നത് പോലെയാണ് അവന് ഫീൽ ചെയ്തത്.
The sun was overhead and it was getting hot. Nanima trumpeted, made a loud sound. Nanima is the oldest in this herd of elephants. She started moving towards the jungle. The other female elephants saw her and started to follow her. Nandu also went with them. ദ സൺ വാസ് ഓവർ ഹെഡ് ആൻഡ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഹോട്ട്. എന്താണ്, സണ്ണ് അവരുടെ നേരെ തലയ്ക്ക് മുകളിലായിരുന്നു. അപ്പോൾ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ചൂടാണ്, സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്, നല്ല ചൂടാണ്. നാനിമ ട്രംപ്റ്റഡ്. നാനിമ എന്താണ്, ട്രംപ്റ്റ് മീൻസ് ചിഹ്നം വിളിക്കുക. ചിഹ്നം വിളിച്ചു, നാനിമ ചിഹ്നം വിളിച്ചു. മേഡ് എ ലൗഡ് സൗണ്ട്, ഒരു വലിയ ശബ്ദത്തിൽ നാനിമ ചിഹ്നം വിളിച്ചു. നാനിമ മീൻസ് ആരാണ്? നാനിമ എന്ന് പറഞ്ഞാൽ മദേഴ്സ് മദറിനെയാണ് എന്ത് പറയണത്, നാനിമ എന്ന് പറയണത്. അതായത് ഇവിടെ നന്ദു എന്നുള്ള നമ്മുടെ ആനക്കുട്ടൻ്റെ അമ്മയുടെ അമ്മയാണ് അവൻ നാനിമ എന്ന് പറയുന്നത്. അപ്പോൾ നാനിമ വളരെ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചു. നാനിമ ഈസ് ദ ഓൾഡസ്റ്റ് ഇൻ ദിസ് ഹെഡ് ഓഫ് എലഫൻറ്റ്. അവരുടെ ആ എലഫൻറ്റുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്ന ആനയാണ് നാനിമ. ഷീ സ്റ്റാർട്ട് മൂവിങ് ടുവേർഡ്സ് ദ ജംഗിൾ. അവർ എന്ത് ചെയ്തു, കാട്ടിലോട്ട് നടക്കാൻ ആരംഭിച്ചു. ദ അതർ ഫീമെയിൽ എലഫൻറ്റ്സ് സോ ഹെർ ആൻഡ് സ്റ്റാർട്ടഡ് ടു ഫോളോ ഹെർ. അത് കണ്ടതും മറ്റുള്ള അവരുടെ കൂട്ടത്തിൽ, ഈ ആനകളുടെ കൂട്ടത്തിൽ എന്താണ്, ഒരുപാട് ആനകളുണ്ട്. ആ ആനകളുടെ കൂട്ടത്തിലത്തെ ഒരാന, അതായത് ഏറ്റവും പ്രായം കൂടിയ ആന നടന്നതോടുകൂടി മറ്റുള്ള ആനകളും എന്ത് ചെയ്തു, അവരെ ഫോളോ ചെയ്തു. നന്ദു ഓൾസോ വെൻറ്റ് വിത്ത് ദം. നന്ദുവും അവരുടെ കൂടെ അവരെ ഫോളോ ചെയ്തിട്ട് പോയി. When they reached the jungle, the members of the herd started spreading out. Each member went to eat her favorite leaves and twigs. After they had eaten, the herd moved towards the river. The baby elephants enjoyed playing in the water. The mothers lay down in the water and mud on the river bank. അവർ കാട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം മെമ്പേഴ്സ് ഓഫ് ദ ഹെഡ് സ്റ്റാർട്ട് സ്പ്രെഡിങ് ഔട്ട്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ അംഗങ്ങളും വ്യത്യസ്ത ഭാഗങ്ങളിലോട്ട് പോകാൻ തുടങ്ങി. ഈച്ച് മെമ്പർ വെൻറ്റ് ടു ഈറ്റ് ഹെർ ഫേവറേറ്റ് ലീവ്സ് ആൻഡ് ട്വിഗ്സ്. ഓരോ വ്യക്തികളും അവർക്ക് ഇഷ്ടപ്പെട്ട ഇലകൾ, ലീവ്സും ട്വിഗ്സും ഒക്കെ ഭക്ഷിക്കാൻ തുടങ്ങി. ആഫ്റ്റർ ദേ ഹാഡ് ഈറ്റൺ, ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദ ഹെഡ് മൂവ്ഡ് ടുവേർഡ്സ് ദ റിവർ. അവരെങ്ങോട്ടാണ് പോയത്? നേരെ പുഴക്കരയിലോട്ട് പോയി. ദ ബേബി എലഫൻറ്റ് എൻജോയ്ഡ് പ്ലേയിങ് ഇൻ ദ വാട്ടർ. ആനക്കുട്ടികളൊക്കെ എന്ത് ചെയ്തു? വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. ദ മദേഴ്സ് lay down in the water and mud on the river bank. അമ്മ ആനകളെല്ലാം എന്തു ചെയ്തു? അവിടെ പുഴക്കരയിലുള്ള ചെളികളിൽ കിടക്കാൻ തുടങ്ങി. Do you know that an adult elephant can eat more than 100 kilograms of leaves and twigs in one day? Elephants do not rest very much. They sleep for only 2 or 4 hours in a day. Elephants love to play with mud and water. The mud keep their skin cool. Their big ears also work like fans. The elephants flap these to keep themselves cool. Do you know that an adult elephant can eat more than 100 kilograms of leaves and twigs in one day? അതായത് നമ്മൾ മുന്നേ പറഞ്ഞു, ഒരു എലഫൻറ്റ് എന്താണ് 100 കിലോഗ്രാം ലീവ്സും ട്വിഗ്സും ഒരു ദിവസം കഴിക്കും. എന്നാൽ ആനകളാണെങ്കിലോ ദേ ഡു നോട്ട് റെസ്റ്റ് വെരി മച്ച്. അപ്പോൾ ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യില്ല. ദേ സ്ലീപ്പ് ഫോർ ഓൺലി 2 or 4 hours ഇൻ എ ഡേ. ഒരു ദിവസത്തിൽ 2-4 മണിക്കൂർ മാത്രമേ ആനകൾ റെസ്റ്റ് ചെയ്യുകയുള്ളൂ. എലഫൻറ്റ് ലവ് ടു പ്ലേ വിത്ത് മഡ് ആൻഡ് വാട്ടർ. എലഫൻസിന് ചെളിയിലും വെള്ളത്തിലും കളിക്കുന്നതാണ് ഏറെ ഇഷ്ടം. ദ മഡ് കീപ്സ് ദെയർ സ്കിൻ കൂൾ. മഡ് എന്ത് ചെയ്യുന്നുണ്ട്, ചെളി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കിന്നിനെ കൂളാക്കി നിർത്തുന്നുണ്ട്. ദെയർ ബിഗ് ഇയേഴ്സ് ഓൾസോ വർക്ക് like fans.
അവയുടെ വലിയ ചെവികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാന് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ദ എലഫൻസ് ഫ്ലാപ്പ് ദീസ് ടു കീപ് ദംസെൽസ് കൂൾ. എലഫൻസ് അവയുടെ ചെവി ഇങ്ങനെ വീശിയിട്ട് അവരുടെ ശരീരത്തിനെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫൺ ആൻഡ് ഗെയിംസ്. Nandu saw his brothers and sisters pulling each other's tails. He thought, I better not go near them. What if they fall on me? I am still small. He quietly went and stood near his mother. നന്ദു എന്തു കണ്ടു? അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം പരസ്പരം വാലിങ്ങനെ പിടിച്ച് വലിച്ച്, അതായത് വാലൊക്കെ ഇളക്കി വാലിങ്ങനെ പിടിച്ച് വലിച്ച് മറ്റുള്ളവരുടെ വാലുമ്മലൊക്കെ പോയിട്ട് ഇങ്ങനെ കളിക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്താ ചിന്തിച്ചത്? ഐ ബെറ്റർ നോട്ട് ഗോ നിയർ ദം. ഞാൻ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. കാരണം എന്താണ്? ഇഫ് ദേ ഫാൾ ഓൺ മീ, അവരെങ്ങാനും എൻ്റെ മുകളിലൂടെ വീണാലോ? ഐ ആം സ്റ്റിൽ സ്മോൾ, ഞാൻ വളരെ ചെറുതല്ലേ. ഹി ക്വൈറ്റ്ലി വെൻ ആൻഡ് സ്റ്റുഡ് നിയർ ഹിസ് മദർ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ ശാന്തനായി അവൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിന്നു. അമ്മ ജെന്റ്ലി പുഷ്ഡ് നന്ദു ടുവേർഡ്സ് ദ വാട്ടർ ആസ് ഇഫ് ഷീ വാസ് ടെല്ലിംഗ് ഹിം ടു ഗോ ആൻഡ് പ്ലേ. നന്ദു ലവ്ഡ് ടു പ്ലേ ഇൻ വാട്ടർ. His cousins were already there. Just as he reached near, a strong fountain of water fell on his head. He got wet. Oh, this was the work of his naughty cousin. Nandu joined them in the game. അമ്മ നന്ദുവിനോട് എന്ത് പറഞ്ഞു? വെള്ളത്തിൽ പോയിട്ട് കളിക്കാൻ പറഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഉന്തി വിട്ടു. ആസ് ഹിഫ് ഷീ വാസ് ടെല്ലിംഗ് ഹിം ടു ഗോ ആൻഡ് പ്ലേ. നീ പോയിട്ട് കളിക്കുകയെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലോട്ട് വിട്ടു. നന്ദു ലവ്ഡ് ടു പ്ലേ ഇൻ വാട്ടർ. നന്ദുവിന് വെള്ളത്തിൽ കളിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഹിസ് കസിൻ വേർ ഓൾറെഡി ദെയർ. അവൻ്റെ കസിൻസൊക്കെ അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജസ്റ്റ് ആസ് ഹി റീച്ച്ഡ് നിയർ. അവൻ അവരുടെ അടുത്തെത്തിയതും എ സ്ട്രോങ് ഫൗണ്ടെയിൻ ഓഫ് വാട്ടർ ഫെൽ ഓൺ ഹിസ് ഹെഡ്. അവൻ്റെ തലയിലോട്ട് കുറേ വെള്ളം വന്നിട്ട് വീണു. ഹി ഗോട്ട് വെറ്റ്. അവനാകെ നനഞ്ഞു. ഓ, ദിസ് വാസ് ദ വർക്ക് ഓഫ് ഹിസ് നോട്ടി കസിൻ. അവൻ്റെ ഒരു വികൃതിയായ കസിൻ്റെ പണിയായിരുന്നു ഇത്. അവൻ്റെ വികൃതിയായ കസിനാണ് അവൻ്റെ ദേഹത്തോട്ട് വെള്ളം ചീറ്റിച്ചത്. നന്ദു ജോയിൻഡ് ദം ഇൻ ദ ഗെയിം. നന്ദു ആ ഗെയിമിൽ ജോയിൻ ചെയ്തു. ബിഫോർ സൺസെറ്റ് the herd started back towards the jungle. By then, Nandu was very tired. He settled himself between his mother's front legs and fell asleep as he drank her milk. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേയായി ദ ഹേർഡ് സ്റ്റാർട്ടഡ് ബാക്ക് ടുവേർഡ്സ് ദ ജംഗിൾ. ആ ആനക്കൂട്ടം കാട്ടിലോട്ട് തിരിച്ചു പോകാൻ തുടങ്ങി. ബൈ ദെൻ നന്ദു വാസ് വെരി ടയേർഡ്. അപ്പോഴത്തേനും നന്ദു വളരെയധികം ക്ഷീണിച്ചിരുന്നു. ഹീ സെറ്റിൽഡ് ഹിംസെൽഫ് ബിറ്റ്വീൻ ഹിസ് മദേഴ്സ് ഫ്രണ്ട് ലെഗ്സ് ആൻഡ് ഫെൽ അസ്ലീപ് ആസ് ഹീ ഡ്രാങ്ക് ഹെർ മിൽക്ക്. അവൻ വളരെയധികം ക്ഷീണിച്ച് അവൻ്റെ അമ്മയുടെ ഫ്രണ്ട് ലെഗിൻ്റെ അവിടെ നിന്നിട്ട് പാല് കുടിക്കാൻ തുടങ്ങി. You have read about Nandu and the elephant herd. An elephant herd mainly females and baby elephants. The oldest female is the leader of the herd. The herd may have 10 to 12 female elephants and young ones. Male elephants lives in the herd till they are 14 to 15 years old. Then they leaves their herd and move around alone. Nandu will also leave his herd when he is that old. എന്താ പറയുന്നത്? ഒരു ആനക്കൂട്ടത്തിൽ ഫീമെയിൽ എലഫൻസും ബേബി എലഫൻസുമായിരിക്കും ഉണ്ടായിരിക്കുക. ദ ഓൾഡസ്റ്റ് ഫീമെയിൽ ഈസ് ദ ലീഡർ ഓഫ് ദ ഹേർഡ്. ആ ആനക്കൂട്ടത്തിലെ തലവൻ എന്ന് പറയുന്നത്, ആ ആനക്കൂട്ടത്തിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ആരായിരിക്കും? ദ ഓൾഡസ്റ്റ് ഫീമെയിൽ എലഫൻറ്റ്. അതിലെ ഏറ്റവും പ്രായം ചെന്ന ഫീമെയിൽ എലഫൻ്റ് ആയിരിക്കും അതിൻ്റെ ലീഡർ. എ ഹേർഡ് മേ ഹാവ് 10 to 12 ഫീമെയിൽ എലഫൻറ്റ്സ് ആൻഡ് യങ് വൺ. ഓരോ കൂട്ടത്തിലും 10-12 ആനകളും അവയുടെ കുട്ടികളും ഉണ്ടായിരിക്കും. മെയിൽ എലഫൻറ്റ്സ് ലീവ്സ് ഇൻ ദ ഹേർഡ് ടിൽ ദേ ആർ 14 to 15 years old.
ഒരു മെയിൽ എലഫൻറ്റ് ഒരു കൂട്ടത്തിൽ 14-15 വയസ്സാവുന്നത് വരെ മാത്രമേ നിൽക്കുള്ളൂ. ദെൻ ദേ ലീവ് ദെയർ ഹെഡ് ആൻഡ് മൂവ് അറൗണ്ട് അലോൺ. അതിനുശേഷം അവ എന്ത് ചെയ്യും? ആ കൂട്ടത്തിൽ നിന്ന് വിട്ട് സ്വന്തമായിട്ട് പോവും, ഒറ്റതിരിഞ്ഞ് പോവും. നന്ദു വിൽ ഓൾസോ ലീവ് ഹിസ് ഹെഡ് വെൻ ഹീ ഈസ് ദാറ്റ് ഓൾഡ്. നന്ദുവും എന്ത് ചെയ്യും? ഈ ആനക്കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകും. അവന് വയസ്സാവുമ്പോൾ, അവന് പ്രായമാവുന്ന സമയത്ത് അവനും ഈ ആനക്കൂട്ടത്തിൽ നിന്ന് വിട്ട് മാറിപ്പോകും. Like elephants, some other animals also lives together in groups. These animals groups are called herds. Animals in herds usually move around together, searching for food. ആനിമൽസ് എലഫൻറ്റിൻ്റെ പോലെ തന്നെ മറ്റുള്ള ആനിമൽസും ഒരുമിച്ച് ജീവിക്കുന്നവയുണ്ട്, കൂട്ടം കൂടി നടക്കുന്നവയുണ്ട്. ഗ്രൂപ്പായിട്ട് ഭക്ഷണം തേടി നടക്കുന്ന ആനിമൽസ് ഉണ്ട്. ഈ ആനിമൽസിൻ്റെ എല്ലാം കൂട്ടത്തെ ദീസ് ആനിമൽസ് ഗ്രൂപ്പ്സ് ആർ കാൾഡ് ഹേർഡ്സ്. ഈ ആനിമൽസിൻ്റെ കൂട്ടത്തെയും എന്ത് വിളിക്കുന്നുണ്ട്? ഹേർഡ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് എല്ലാ മൃഗങ്ങളുടെയും കൂട്ടം കൂടി നടക്കുന്ന മൃഗങ്ങളുടെയും കൂട്ടത്തിനെയാണ് ഹേർഡ്സ് എന്ന് വിളിക്കുന്നത്. ആനിമൽസ് ഇൻ ഹേർഡ്സ് യൂഷ്വലി മൂവ് അറൗണ്ട് ടുഗദർ സെർച്ചിങ് ഫോർ ഫുഡ്. ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ആനിമൽസ് എല്ലാം എന്താണ്? ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്.